വെൽക്കം ബാക്ക് ടു ബേനൂസ് എഡ്യൂ PSC. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും എക്സാംസിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിനേഷൻ ഇയർ നടന്നല്ലോ അല്ലെ? അപ്പൊ ആ ഒരു പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒത്തിരി കൂട്ടുകാരെ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും. അപ്പൊ ആ ക്വസ്റ്റ്യൻസിൽ വന്ന GK പോർഷൻസും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് റീകളക്ട് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ പഠിക്കുക. തീർച്ചയായും ഇത്രയും ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നന്നായിരിക്കും. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് സെറ്റ് ആയല്ലേ? അപ്പൊ മൂന്നാമത്തെ ചോദ്യം കിടക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഓപ്ഷൻസ്: ഗോദാവരി, ദാമോദർ, സോൺ, കോസി. അപ്പൊ ഈ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ ബാക്കി നദികളും കൂടെ എവിടെയാണ് ഉത്ഭവിക്കുന്നത്, എന്തൊക്കെയാണ് പ്രത്യേകതയും കൊണ്ട് നമ്മൾ പഠിച്ചു പോകുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് തന്നെ കടക്കാം. എന്താണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദറാണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഇനി ഈ ദാമോദർ എന്ന നദി ഉത്ഭവിക്കുന്ന എവിടെ നിന്ന് പഠിച്ച് നോക്കാം. ജാർഖണ്ഡിലെ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്നാണ് ബംഗാളിലെ ദുഃഖം എന്നറിയപ്പെടുന്ന ദാമോദർ നദി ഉത്ഭവിക്കുന്നത്. അപ്പൊ ദാമോദർ നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ജാർഖണ്ഡിലെ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്നും. ഇനി ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ദാമോദർ നദി ഒഴുകുന്നത് ചോദിച്ചാല് ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. അപ്പൊ ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് ദാമോദർ നദി. ഇനി ഇതിന് നമ്മളൊരു സവിശേഷത പറഞ്ഞ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ നദി. അതുപോലെ തന്നെ ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ഏത് തന്നെയാണ്? ദാമോദറാണ്. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ നദിയാണ്. ഇനി ഇന്ത്യയുടെ റൂർ എന്നറിയപ്പെടുന്ന നദിയുടെ പ്രദേശം എവിടെയാണ്? ഏത് നദിയിലാണ് ചോദിച്ചാൽ അത് ദാമോദർ നദിയാണ്. ഇന്ത്യയുടെ റൂർ എന്നറിയപ്പെടുന്ന നദിയുടെ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് വെച്ചാൽ അത് ദാമോദർ നദിയിലാണ്. അപ്പൊ ദാമോദർ നദിയാണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്. അതുപോലെ ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന ദാമോദർ നദിയാണ്. എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ജാർഖണ്ഡിലെ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ദാമോദർ നദി ഒഴുകുന്നത്? ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയാണ് ദാമോദർ നദി ഒഴുകുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ റൂർ എന്നറിയപ്പെടുന്ന നദിയുടെ പ്രദേശം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് വെച്ചുള്ളത് ദാമോദർ നദിയാണ്. അപ്പോൾ ഓപ്ഷൻസിലെ മറ്റുള്ള നദികളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സും ഒന്ന് പഠിച്ചു പോയല്ലോ. അപ്പൊ നമ്മുടെ ഓപ്ഷൻസിലെ ഒന്നാമത്തെ നദി ഏതായിരുന്നു? ഗോദാവരി. അപ്പൊ ഗോദാവരി നദിയുടെ പ്രത്യേകത എന്തൊക്കെ നമുക്ക് നോക്കാം. ഇതെല്ലാം എക്സാംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഈ ഓരോ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതും കൂടെ നമ്മൾ പഠിച്ചു പോകണം. ഗോദാവരി നദിയുടെ പ്രത്യേകത എന്താണ്? പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ ഒന്നാം സ്ഥാനത്ത് നദി ഏതാണെന്ന് വെച്ചത് ഗോദാവരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ ഒന്നാം സ്ഥാനം ഏതാണ്? ഗോദാവരിക്കാണ്. ഇനി രണ്ടാമത് നോക്കാം, ഉപതീയ ഇന്ത്യൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത് തന്നെയാണ്? ഗോദാവരി. ഉപതീയ ഇന്ത്യൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഇനി ഏറ്റവും നീളം കൂടിയ ഡെക്കാൻ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഏറ്റവും നീളം കൂടിയ ഡെക്കാൻ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഇനി വൃദ്ധഗംഗ എന്ന പേര് അറിയപ്പെടുന്ന ഏത് നദിയാണ്? ഗോദാവരിയാണ്. അപ്പൊ ഗോദാവരി നദിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? അപ്പൊ ഗോദാവരി നദിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാ വെച്ചത്? ഗോദാവരിയാണ്. ഇനി പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ നീളത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള നദി ഏതാന്ന് വെച്ചത് ഗോദാവരിയാണ്. അപ്പൊ ഗോദാവരി നദി എന്താണ്? പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിലെ നീളത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നദി ഏതാണെന്ന് വെച്ചത് അത് ഗോദാവരിയാണ്. ഉപതീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടി നദി എന്ന് വെച്ചാൽ അത് ഗോദാവരിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടി നദി എന്ന് വെച്ചത് ഗോദാവരിയാണ്. ഇനി ഏറ്റവും നീളം കൂടിയ ഡെക്കാൻ നദി ഏതാണെന്ന് വെച്ചാൽ അത് ഗോദാവരിയാണ്. അപ്പൊ ഗോദാവരി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കാവുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇനി ഒത്തിരി കാര്യങ്ങൾ ഗോദാവരിയെ കുറിച്ച് പഠിക്കാറുണ്ട്. അപ്പൊ ഇത്രയും പോയിന്റ്സ് നിങ്ങളൊന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്ത നമ്മള് ഓപ്ഷൻസിലുള്ള മറ്റൊരു നദിയാണ് പഠിക്കാൻ പോകുന്നത്, സോൺ. അപ്പൊ സോൺ നദിയെ കുറിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കിയേ. സോൺ നദിയുടെ ഉത്ഭവം ഏതാണ്? ഛത്തീസ്ഗഡിലെ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നാണ് സോൺ നദി ഉത്ഭവിക്കുന്നത്. അപ്പൊ സോൺ നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ഛത്തീസ്ഗഡിലെ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നാണ് സോൺ നദി ഉത്ഭവിക്കുന്നത്. ഇനി സോൺ നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത നോക്കാം. ഗംഗയുടെ പോഷക നദികളിൽ വെച്ച് ഹിമാലയത്തിന് ഉത്ഭവിക്കാത്ത ഒരേ ഒരു നദി ഏതാണെന്ന് വെച്ചാൽ അത് സോൺ നദിയാണ്. അപ്പൊ ഗംഗയുടെ പോഷക നദികളിൽ വെച്ച് ഹിമാലയത്തിന് ഉത്ഭവിക്കാത്ത ഏക നദി ഏതാണെന്ന് വെച്ചാൽ സോൺ നദിയാണ്. ഇനി സോൺ നദി ഗംഗയിലേക്ക് ഗംഗയുമായി ചേരുന്നത് പട്നയിലെ ആറ എന്ന സ്ഥലത്ത് വെച്ചാണ്. അപ്പൊ പട്നയിലെ ആറയിൽ വെച്ചാണ് സോൺ നദി ഗംഗയിലേക്ക് ചേരുന്നത്. ഇനി അതുപോലെ തന്നെ നെഹ്റു സേതു സോൺ നദിയിൽ കാണപ്പെടുന്നതാണ്, അല്ലെങ്കിൽ സോൺ നദിയിലാണ് നെഹ്റു സേതു സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം നോക്കൂ കൂട്ടുകാരെ. താഴെ പറയുന്നതിൽ റാണി ഗൗരി ലക്ഷ്മി ബായിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് തിരുവിതാംകൂറിൽ സംരക്ഷണം നൽകി. രണ്ടാമത്തെ പ്രസ്താവന,
സെക്രട്ടേറിയറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. മൂന്നാമത്തെ പ്രസ്താവന സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കി. നാലാമത്തെ പ്രസ്താവന അടിമ വ്യാപാരം തിരുവിതാംകൂറിൽ നിർത്തലാക്കി. അപ്പൊ ഇതില് റാണി ഗൗരി ലക്ഷ്മിഭായിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെന്നാണ് എടുത്ത് എഴുതാനുള്ളത്. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് റാണി ഗൗരി ലക്ഷ്മിഭായി ആരാണെന്നും അവരുടെ എന്തൊക്കെ സംഭാവനയാണ് അവർ തിരുവിതാംകൂറിലേക്ക് നടത്തിയതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് റാണി ഗൗരി ലക്ഷ്മിഭായിയെ കുറിച്ച് പ്രധാനപ്പെട്ട നമ്മൾ പരീക്ഷയ്ക്ക് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വസ്തുതകൾ മനസ്സിലാക്കിയാലോ? നമുക്കൊന്ന് ഓരോ പോയിന്റ് ഇട്ട് നോക്കാം. നോക്കിയേ, റാണി ഗൗരി ലക്ഷ്മിഭായിയെ കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കാം? റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് 1810 മുതൽ 1815 വരെയാണ്. ഇനി റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ പ്രത്യേകത നമുക്ക് നോക്കാം. റീജന്റ്, പൂർണ്ണ അധികാരങ്ങളുള്ള റാണി എന്നീ പ്രത്യേകതകളോടുകൂടി ഭരിച്ച തിരുവിതാംകൂറിന്റെ ഏക വനിതാ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് റാണി ഗൗരി ലക്ഷ്മിഭായിയാണ്. ഇനി അതുപോലെ തന്നെ അവര് ഭരണ കാലഘട്ടം നമ്മൾ പഠിച്ചു. അപ്പൊ ഭരണം എന്ന് മുതലാണ് റാണി ഗൗരി ലക്ഷ്മി ഭരണം ആരംഭിച്ചത്? AD 1810 മുതലാണ് അവരുടെ ഭരണം ആരംഭിച്ചത്. ഇനി പ്രധാനപ്പെട്ട സവിശേഷത നോക്കാം. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മാതൃകയിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ കാലഘട്ടത്തിൽ. അപ്പൊ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മാതൃകയിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം നടപ്പിലാക്കി. അപ്പൊ നമ്മൾ ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ അതാണ്. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മാതൃകയിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയ ഭരണാധികാരി ആരെന്ന് വെച്ചാൽ റാണി ഗൗരി ലക്ഷ്മിഭായിയാണ്. ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ ഏറ്റവും കുറച്ചു കാലം ഭരണം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആണെന്ന് വെച്ചാൽ റാണി ഗൗരി ലക്ഷ്മിഭായിയാണ് കേട്ടോ. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിഭായിയാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ദേവസ്വം ക്ഷേത്രങ്ങൾ സർക്കാർ ഏറ്റെടുത്തത് ആരുടെ ഭരണകാലത്താണെന്ന് ചോദിച്ചാൽ റാണി ഗൗരി ലക്ഷ്മിഭായിയാണ്. ഓർത്തു വയ്ക്കുക. അപ്പൊ റാണി ഗൗരി ലക്ഷ്മിഭായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ഡിസ്കസ് ചെയ്ത് അതാണ് നമ്മൾ ഓപ്ഷൻസിൽ. അപ്പൊ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നോക്കൂ. ഏതൊക്കെയാണ്? ബ്രിട്ടീഷ് മാതൃകയിൽ അല്ലെ, തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മാതൃകയിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിഭായി. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി ആരെന്ന് വെച്ചാൽ റാണി ഗൗരി ലക്ഷ്മിഭായി. അപ്പൊ ഇത്രയും പോയിന്റ്സ് റാണി ഗൗരി ലക്ഷ്മിഭായും ബന്ധപ്പെട്ട ഇത്രയും പോയിന്റ്സ് കൊണ്ട് മനസ്സിലാക്കി വെച്ചോളൂ. അപ്പൊ ഇത് എക്സാംസിന് ഇനി ചോദിക്കാൻ സാധ്യത. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് റീകളക്ട് ചെയ്ത് വെച്ചോ.